ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ വീണ്ടും പാക്ക് ഓപ്പണിംഗ് ആയിട്ടാണ് ഗൈസ് വന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് മെയിൻ്റനൻസ് ഒക്കെ ആയിരുന്നു. മെയിൻ്റനൻസ് കഴിഞ്ഞ് നമ്മൾ എന്തായാലും ഗെയിമിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എന്തൊക്കെ വന്നു നമുക്ക് നോക്കാം ഗൈസ്. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ഗൈസ്. ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഗൈസ് ഓക്കെ, എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഓരോന്നായിട്ട് നമുക്ക് നോക്കാം ഗൈസ്. പ്രത്യേകിച്ച് വലിയ ക്യാമ്പയിനൊന്നും വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഗൈസ്, നമുക്ക് ബ്രൂണോ ഫെർണാണ്ടസിന് ഒരു കാർഡ് ഫ്രീ കിട്ടിയിട്ടുണ്ട്. ബ്രൂണോ ഫെർണാണ്ടസിന് ഒരു കാർഡ് എന്തായാലും ഫ്രീ കിട്ടിയിട്ടുണ്ട്. പുള്ളിയുടെ ഒരു കാർഡ് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നു ഓൾറെഡി. ഒരു കാർഡ് നേരത്തെ എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്, കളിപ്പിച്ച് നോക്കാം ഗൈസ്. പിന്നെ നമ്മുടെ സ്കോൾസിൻ്റെ പാക്കൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് പാക്കിലേക്ക് പോവുകയാണെങ്കിൽ പാക്കിനകത്ത് സ്കോൾസ് വന്നെടുക്കുന്നുണ്ട് ഗൈസ്. 50 പ്ലേയേഴ്സുള്ളൂ ഇതിനകത്ത്. കിട്ടാൻ കുറച്ച് സീനായിരിക്കും. എന്നാലും ഗൈസ് കോയിനുള്ളവർക്ക് എന്തായാലും കിട്ടും, അതെന്തായാലും അറിയാം. നമ്മുടെ കയ്യിൽ 900 കോയിനൊക്കെ ഉണ്ട് ഗൈസ്. നമ്മൾ കറക്കണോ വേണ്ടോ എന്നാണ് നമ്മൾ ആലോചിക്കണത്. കാരണം അടുത്ത മാസം പുതിയ ഗെയിമൊക്കെ വരികയാണ് ഗൈസ്. ഗൈസ്, നമ്മുടെ എംബാപ്പെ വന്നിട്ടുണ്ട് ഫൈനലി. റിയൽ മാഡ്രിഡിൻ്റെ എംബാപ്പയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു ടാർഗറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രീ സ്പിൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നണേ. വോളിയം നമ്പർ 2 ആണ് സമ്മർ ട്രാൻസ്ഫറിൻ്റെ. എന്തായാലും അതിൻ്റെ ഫ്രീ സ്പിൻ സെറ്റാക്കണം. ഇത്രയാണ് ഗൈസ് പാക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് മാച്ചിലേക്ക് പോവുകയാണെങ്കിൽ മാച്ചിനകത്ത് നോക്കുവാണെങ്കിൽ ഓഫ്ലൈൻ മാച്ചിനകത്ത് പോവുകയാണെങ്കിൽ ഗൈസ് ഇംഗ്ലീഷ് ക്ലബ്ബ് എന്ന് പറഞ്ഞ് ഇതിനകത്താണ് ഗൈസ് നമ്മുടെ സമ്മർ ട്രാൻസ്ഫറിൻ്റെ ഫ്രീ സ്പിൻ കിടക്കുന്നത്. പിന്നെ ഇതെന്താണ്? ഗൈസ്, നമുക്ക് സ്കോൾസിൻ്റെ പാക്കിൽ ഒരു ഫ്രീ സ്പിൻ കിട്ടും ഗൈസ്. ഓക്കെ, ഒരു ഫ്രീ സ്പിനുള്ളൂ ഗൈസ്. നമുക്ക് സ്കോൾസിൻ്റെ പാക്കിൽ ഒരു ഫ്രീ സ്പിൻ കിട്ടും. ഓക്കെ, പിന്നെ സമ്മർ ട്രാൻസ്ഫറിൻ്റെ അതിൻ്റെ ഒരു ഫ്രീ സ്പിൻ നമുക്ക് കിട്ടും ഗൈസ്. അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് കളിച്ച് സെറ്റാക്കി എടുക്കണം. പിന്നെ ഓൺലൈൻ മാച്ചിനകത്ത് ഇതിനകത്ത് കോയിനില്ല ഗൈസ്. മിക്കവാറും ഒരു 50 ക്ലബ് കോയിൻ ഉണ്ടാകാനാണ് ചാൻസ് ഉള്ളൂ. ഇതിനകത്തായിരിക്കും മിക്കവാറും 50 ക്ലബ് കോയിൻ ഉണ്ടാവുക ഗൈസ്. ഇതിനകത്താണ് 50 ക്ലബ് കോയിൻ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും പാക്ക് ഓപ്പണിങ്ങിലേക്ക് പോകാം. നമുക്ക് എന്തായാലും കളിച്ച് ഫ്രീ സ്പിന്നൊക്കെ എടുക്കണം ഗൈസ്. ഓക്കെ, നമ്മളെന്തായാലും കളിച്ച് ഫ്രീ സ്പിന്നും കാര്യങ്ങളെല്ലാം സെറ്റാക്കണം. ഗൈസ്, അവർ പുതിയ ഒബ്ജക്റ്റീവ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കളിച്ച് നിങ്ങൾ കോയിൻ എന്തായാലും എടുക്കും ഗൈസ്. ഇതെന്താണ് പുതിയ വേറൊരു ഒബ്ജക്റ്റീവ് ഗൈസ്? ഇതിനകത്ത് മറ്റേ സ്കിൽ ട്രെയിനിങ് മാത്രമേ ഉള്ളൂ. കോയിനും കൂടി ഉണ്ടായിരുന്ന അടിപൊളിയായനെ. ഓക്കെ, എന്തായാലും നമ്മൾ കളിച്ച് ഫ്രീ സ്പിന്നും കാര്യങ്ങളൊക്കെ നമ്മളെന്തായാലും എടുത്തിട്ടുണ്ട് ഗൈസ്. അതെന്തായാലും നമുക്ക് ക്ലെയിം ചെയ്യാം. എന്നിട്ട് പാക്ക് ഓപ്പണിങ്ങിലേക്ക് പോവാം ഗൈസ്. ഓക്കെ, അത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ആര് കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ടാർഗറ്റ് അടിച്ചോ ഇല്ലയോ എന്നൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യും. പിന്നെ സ്കോൾസിന് ഫ്രീ സ്പിന്നിലൊക്കെ കിട്ടിയെന്ന് പറയണം ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് സമ്മർ ട്രാൻസ്ഫർ ആ പാക്ക് ഓപ്പണിങ് എന്തായാലും നടത്താം. ഓക്കെ, ഇതിനകത്ത് എനിക്ക് ടാർഗറ്റ് പറയാനായിട്ട് എംബാപ്പയാണ് ഗൈസ് മെയിൻ ടാർഗറ്റ്. എംബാപ്പേൻ്റെ ഓൾറെഡി ഒരു എംബാപ്പെ ഉണ്ട് പ്ലെയർ ഓഫ് ദി വീക്കിന് ഇട്ടത്. പക്ഷേ റിയൽ മാഡ്രിഡിൻ്റെ എംബാപ്പെ ഇല്ല. അതുകൊണ്ട് റിയൽ മാഡ്രിഡിൻ്റെ എംബാപ്പേനാണ് ഗൈസ് ഞാൻ ടാർഗറ്റ് വെച്ചേക്കുന്നത്. പിന്നെ വേറെ ആരാണ്? വേറെ DMF ഒനാന, അവനെ കിട്ടിയാലും കുഴപ്പമില്ല. ഇതെന്താണ് കൂട്ടെ? ഓക്കെ, നമുക്കെന്തായാലും കറക്കി നോക്കാം ഗൈസ്. ആരെ കിട്ടുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് കറക്കി നോക്കാം. എംബാപ്പയാണ് ഗൈസിൻ്റെ മെയിൻ ടാർഗറ്റ്. റിയൽ മാഡ്രിഡിൻ്റെ എംബാപ്പയാണ്. 101 കയറുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഒനാന ആങ്കർമാനാണ് ഗൈസ്. ഓക്കെ, ആങ്കർമാനാണ്. എംബാപ്പെ ഗോൾ പോച്ചറാണ്. നമ്മുടെ ടാർഗറ്റ് എന്തായാലും എംബാപ്പയാണ് ഗൈസ്. അപ്പോൾ കിട്ടുമല്ലോ എന്ന് നമുക്ക് നോക്കാം എന്തായാലും ഗൈസ്. പിന്നെ നിങ്ങൾക്ക് ആരൊക്കെ കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. സമ്മർ ട്രാൻസ്ഫർ ഇറക്കിയപ്പോൾ നിങ്ങൾക്ക് ആരെ കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. ടാർഗറ്റിനെ അടിച്ചോ ഇല്ലയോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്തായാലും കറക്കി നോക്കാം. എംബാപ്പെ നമുക്ക് എംബാപ്പേനൊക്കെ 3 പ്രാവശ്യം അപ്പോൾ ചെയ്തിട്ട് കറക്കി നോക്കാം ഗൈസ്. എന്തായാലും എങ്ങനെയും കിട്ടിയാലോ പറയാൻ പറ്റില്ല. എന്തായാലും നമുക്ക് കറക്കി നോക്കാം. ഓക്കെ, ക്യാൻസൽ. കിട്ടുമല്ലെന്നൊന്നും നമുക്കറിയില്ല ഗൈസ്. ഇനിയിപ്പോൾ എംബാപ്പേനെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഗൈസ്. കാരണം ഒരു എംബാപ്പേൻ്റെ ഓൾറെഡി ഉണ്ട്, 101 റേറ്റഡ് എംബാപ്പെ ഉണ്ട്. പിന്നെ ഈ എംബാപ്പയ്ക്ക് വലിയ സ്റ്റാറ്റ്സ് ഒന്നും ഇല്ല എന്നാണ് എനിക്ക് പറയണേട്ട്. എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഇതാരാണ്? ഹിയർ വി ഗോ, ലെറ്റ്സ് ഗോ ഗൈസ്. ആരാണ്?
ഗൈസ് ഉള്ളിൽ പച്ച കളറൊക്കെ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എംബാപ്പെ ആവാനാണ് ചാൻസ് കൂടുതലും. നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ നോക്കാം. സ്പാനിഷ് ലീഗാണ്, പക്ഷേ എംബാപ്പെ അല്ല ഗൈസ്, മറ്റേ സെൻറ്റർ ബാക്കാണ്. കുഴപ്പമില്ല ഗൈസ്, കുഴപ്പമില്ല. കോയിൻ വെച്ച് എന്തായാലും ഞാൻ കറക്കുന്നില്ല. എൻ്റെ ഒരു 900 കോയിനുണ്ട് ഗൈസ്. കോയിൻ ഞാൻ സേവ് ചെയ്യുകയാണ്. അടുത്ത അതായത് 25ൻ്റെ അപ്ഡേറ്റ് വരുമ്പോൾ നമുക്ക് നല്ല പാക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഗൈസ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കോയിൻ എന്തായാലും കൂട്ടി വയ്ക്കുകയാണ്. എന്തായാലും ഇനി സ്കോൾസിൻ്റെ പാക്ക് ഇറങ്ങാം ഗൈസ്. സ്കോൾസിൻ്റെ പാക്കാണ് മെയിൻ. ഇതെന്തായാലും നമുക്ക് കറക്കി നോക്കാം. ഓക്കെ സ്കോൾസ് ഫ്രീ സ്പിന്നിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും ഗൈസ്. കാര്യം പറഞ്ഞാൽ 50 പ്ലേയേഴ്സാണ് ഗൈസ് ഇതിനകത്തുള്ളൂ. ഫ്രീ സ്പിന്നിലൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം നിങ്ങൾക്കറിയാലോ ഗൈസ്, നമ്മൾ ഫ്രീ സ്പിന്നിലൊന്നും കറക്കി കഴിഞ്ഞാൽ കിട്ടാറൊന്നുമില്ല ഗൈസ്. അന്ന് മറ്റേ എന്താ ഏതൊക്കെയോ പാക്ക് വന്നപ്പോൾ ഫ്രീ സ്പിന്നിൽ കറക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല എപ്പിക്കൊന്നും. അപ്പോൾ ഫ്രീ സ്പിന്നിൽ എനിക്ക് കിട്ടാറില്ല ഗൈസ്, ഫ്രീ സ്പിന്നിൽ കിട്ടാറില്ല. പിന്നെ കോയിൻ കൊടുത്താലൊക്കെ പിന്നെ പറയാൻ പറ്റില്ല, ചിലപ്പോൾ കിട്ടിയെന്ന് വരും. കോയിൻ കൊടുത്തു കഴിഞ്ഞാൽ ഫ്രീ സ്പിന്നിൽ എനിക്ക് എന്തായാലും കിട്ടില്ല, അതെനിക്ക് 100% ഉറപ്പാണ് ഗൈസ്. എന്തായാലും നമുക്ക് ചുമ്മാ നമ്മുടെ മനസ്സമാധാനത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ ഡീറ്റെയിൽസൊക്കെ നോക്കിയിട്ട് എന്തായാലും കറക്കി നോക്കാം. ഇനിയിപ്പോൾ എങ്ങാനും ബിരിയാണി കൊടുത്താലോ പറയാൻ പറ്റില്ല ഗൈസ്. എനിക്ക് തോന്നുന്നു ഈ സ്കോൾസ് 104 റേറ്റൊക്കെ പോകുന്നു കുറേ സ്ഥലത്ത് കണ്ടു ഗൈസ്. അത്രയൊക്കെ പോകുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ സ്പിന്നിൽ സ്കോൾസിനൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ സ്കോൾസ് വന്നേക്കുന്നത് ഹോൾ പ്ലെയർ ആയിട്ടാണ് ഗൈസ്. ഹോൾ പ്ലെയർ ആയതുകൊണ്ട് തന്നെ ഈ കാർഡ് കത്തും ഗൈസ്, അങ്ങനെയാണ് എനിക്ക് തോന്നണേ. കാരണം അത്യാവശ്യം സ്റ്റാറ്റ്സൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നണത് ഗൈസ്. ഹോൾ പ്ലെയർ ആണ്, അതാണ് മെയിൻ. കിട്ടിക്കഴിഞ്ഞാൽ കളിപ്പിച്ച് നോക്കാമായിരുന്നു ഗൈസ്. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും ഫ്രീ സ്പിന്നിൽ കിട്ടുമല്ലോ എന്നൊക്കെ അറിയില്ല. എനിക്ക് മറ്റേ ബ്ലിറ്റ്സ് കേളറിൻ്റെ പാക്ക് വന്നപ്പോൾ 4ാമത്തെ ട്രയൽ, അതായത് 400 കോയിൻ ഉണ്ടായിരുന്നു. അതിനകത്ത് 4ാമത്തെ ട്രയലാണ് എനിക്ക് ചീസേനെ കിട്ടിയത്. പിന്നെ എനിക്ക് ഫ്രീ സ്പിന്നിലൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല ഗൈസ്. ഫ്രീ സ്പിന്നിലൊന്നും എപ്പിക്കൊന്നും എനിക്ക് അങ്ങനെ അടിച്ചിട്ടില്ല. എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ ആകെ ഫ്രീ സ്പിന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ ലാപ്പീന്ന് കിട്ടിയ ഫ്രീ സ്പിൻ, അതിനകത്തുനിന്ന് എപ്പിക്ക് കണ്ടതല്ലാതെ ഫ്രീ സ്പിന്നിൽ നിന്ന് എനിക്കങ്ങനെ എപ്പിക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഒരു രക്ഷയില്ലാത്ത കാർഡാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് സ്കോൾസിൻ്റെ. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. ഓക്കെ, പിന്നെ അതിൻ്റെ കൂടെ തന്നെ 3 ഫ്യൂച്ചർ കാർഡ്സൊക്കെ ഉണ്ട് ഗൈസ്. നമ്മുടെ ഷോയുണ്ട്, പിന്നെ അതുപോലെ തന്നെ എറിക്സൺ ഉണ്ട്, പിന്നെ ഒരു സെൻട്രൽ ഫോർവേഡ്, പിന്നെ ബാക്കിയെല്ലാം ബേസ് കാർഡാണ് ഗൈസ്. അപ്പോൾ ഇതിനകത്ത് ആരെ വെള്ളം കിട്ടാം. ഫ്രീ സ്പിന്നിലൊക്കെ കിട്ടുമെന്ന് തോന്നണില്ല. ഫ്രീ സ്പിന്നിൽ കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്തായാലും മിക്കവാറും ഒരു 200 കോയിൻ സ്പിൻ എടുക്കാൻ ചാൻസ് ഉണ്ട്. കാരണം 50 പ്ലേയേഴ്സ് ഉള്ളു ഗൈസ്, കിട്ടാൻ കുറച്ച് ചാൻസ് കൂടുതലാണെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. നമുക്ക് നോക്കാം എന്തായാലും. ഓക്കെ, നമുക്ക് എന്തായാലും ഫ്രീ സ്പിൻ എടുക്കാം. ഹെർ വി ഗോ ഗൈസ്. അപ്പോൾ ആരായിരിക്കും ഗൈസ്, ആരായിരിക്കും? ഹെർ വി ഗോ, ഹെർ വി ഗോ. എടാ ഗൈസ് എപ്പിക്ക്, ഗൈസ് എപ്പിക്ക് അടിച്ച്, ഗൈസ് എപ്പിക്ക് അടിച്ച് ഗൈസ്. ഇത് എപ്പിക്കാണ്, എപ്പിക്കാണ്. ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. എടാ ഫസ്റ്റ് ടൈം, അല്ല ഫസ്റ്റ് ടൈം അല്ല, സെക്കൻഡ് ടൈം ഗൈസ്. ഞാൻ പ്രതീക്ഷിച്ചില്ല എനിക്കിങ്ങനെ ഫ്രീ സ്പിന്നിൽ എപ്പിക്ക് കിട്ടാറില്ല ഗൈസ്. ഗൈസ് ഫൈനലി സ്കോൾസ്. എടാ അത് ഫ്രീ സ്പിന്നിലാണ് എനിക്ക് എപ്പിക്ക് അടിച്ചത് ഗൈസ്. കളിപ്പിച്ച് നോക്കും എന്തായാലും നമ്മൾ ഗൈസ്. ഞാൻ പ്രതീക്ഷിക്കാണ്ട് എനിക്ക് എപ്പിക്ക് അടിച്ചത്. എടാ മോനെ ഗൈസ്, എപ്പിക്ക് എന്തായാലും അടിച്ചിട്ടുണ്ട്, സ്കോൾസിന് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് വീഡിയോ. ബൈ ഗൈസ്, ബൈ.